തുർക്കി സാമ്രാജ്യം. ചൈനയുടെ വടക്ക് ഭാഗത്ത് മധ്യേഷ്യയിൽ കുറെ പുൽമേടുകളുണ്ട്. അവയെ തുർക്കി പുൽമേടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. USSR ഉണ്ടായിരുന്ന കാലത്ത് ഈ പ്രദേശം റഷ്യ കീഴടക്കി. റഷ്യൻ സാമ്രാജ്യത്തോട് ചേർത്തിരുന്ന പുൽമേടുകൾ കാരണം അവിടങ്ങളിൽ നല്ല ഇനം കുതിരകൾ സുലഭമായിരുന്നു. ആരുടെയുമല്ലാത്ത കുതിരക്കൂട്ടങ്ങൾ അവിടെ മേഞ്ഞു നടന്നു. കുന്നും മലകളും നിറഞ്ഞ പ്രദേശമായിരുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾ കുതിരകളെയാണ് സവാരിക്ക് ഉപയോഗിച്ചിരുന്നത്. ചെറിയ കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ കുതിരസവാരി ശീലിച്ചിരുന്നു. അതുകൊണ്ട് ആ പ്രദേശത്തുള്ളവർ പൊതുവെ കുതിരസവാരിക്കാരായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുരാജ്യത്തിന്റെ അധിപനായിരുന്നു മഹ്മൂദ് ഓഫ് ഗസ്നി. ഗസ്നിയായിരുന്നു അതിന്റെ തലസ്ഥാനം. അദ്ദേഹം തന്റെ രാജ്യത്തിന് പുറത്ത് പല പ്രദേശങ്ങളിലേക്കും പടയോട്ടം നടത്തി. മഹ്മൂദ് ഗസ്നി 998 മുതൽ 1030 വരെയുള്ള കാലഘട്ടം. ഗസ്നിയിലെ രാജാവായിരുന്ന സുബുക്തജിന്റെ ശേഷം മകനായ മഹ്മൂദ് 998 ഭരണാധികാരിയായി. മഹ്മൂദിനെ അന്നത്തെ ഖലീഫ മധ്യേഷ്യയിലെ ഭരണാധികാരിയായി അംഗീകരിച്ചിരുന്നു. മധ്യേഷ്യയിൽ വിപുലമായ ഒരു ഭരണം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിന് സമ്പത്ത് ശേഖരിക്കാൻ അദ്ദേഹം ശ്രമം തുടങ്ങി. തന്റെ സൈന്യത്തിലേക്ക് കുറെ ആനകളെ സംഘടിപ്പിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. അവ രണ്ടും സുലഭമായി കിട്ടുന്ന സ്ഥലം ഇന്ത്യയാണ് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെ പലപ്പോഴായി 17 തവണ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും അദ്ദേഹം ആക്രമിച്ച് സ്വത്തുകളും ആനകളും കൊണ്ടുപോയി. ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കാനും ഒരു ഭരണ സംവിധാനം ഏർപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചില്ല. 1025-26 കാലയളവിൽ സോമനാഥ ക്ഷേത്രം കൊള്ളയടിച്ചയാൾ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല അദ്ദേഹം ക്ഷേത്രം കൊള്ളയടിച്ചത്. അവിടെയുള്ള സ്വർണ്ണ കുമ്പാരങ്ങൾ ലഭിക്കാനാണ്. ആ കാലഘട്ടത്തിലെ ഹിന്ദു രാജാക്കന്മാരും ശത്രു രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള അമ്പലങ്ങളെ കൊള്ളയെടുക്കാറുണ്ടായിരുന്നു. അമ്പലങ്ങൾ ഒരു പ്രദേശത്തെ സ്ഥിരമായ ഒരു സ്ഥാപനമാണ്. സമുദായങ്ങളും തലമുറകളും 10-30 വർഷം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ആദ്യത്തെ തലമുറ അമ്പലത്തിന് 10% സ്വത്ത് ദാനമായി നൽകി എന്ന് വെക്കുക. രണ്ടാം തലമുറയിലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും 10% കൂടി അമ്പലത്തിന് ദാനമായി നൽകി എന്ന് കരുതുക. ഒരു 200 കൊല്ലം കഴിയുമ്പോഴേക്കും രാജ്യത്തിന്റെ സ്വത്തിലെ പകുതിയിലധികം ക്ഷേത്രത്തിന്റെ കീഴിലാകും. അമ്പലത്തിന് വേണ്ടി സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ചില പൂജാരി കുടുംബങ്ങളാകും. അവർ ആ സ്വത്തുകൊണ്ട് കൂടുതൽ ഭൂമി വാങ്ങിക്കൂട്ടും. പലിശക്കു പണം കടം കൊടുത്തുകൊണ്ട് സ്വത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പാപങ്ങൾക്കുള്ള പിഴ, പൂജാതി കർമ്മങ്ങൾക്കുള്ള ചിലവ് തുടങ്ങി അമ്പലങ്ങൾക്ക് വേറെയും വരുമാനങ്ങൾ ഉണ്ടാകും. സമ്പത്ത് ദിവസം തോറും വന്നുകൊണ്ടിരിക്കും. ക്ഷേത്രത്തിന് പ്രത്യേക ചെലവുകൾ ഉണ്ടാവുകയുമില്ല. ചുരുക്കത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് നാട്ടിലെ സമ്പത്ത് സ്വർണ്ണ ഉരുപ്പടികളും സ്വർണ്ണ വിഗ്രഹങ്ങളുമായി അമ്പലത്തിൽ കുമിഞ്ഞുകൂടും. ഈ സ്വർണം കൈക്കലാക്കാനാണ് അന്നത്തെ രാജാക്കന്മാർ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിരുന്നത്. അമ്പലങ്ങളുടെ നിലവറകളിൽ നിന്ന് കള്ളന്മാർ സ്വർണം പെട്ടെന്ന് മോഷ്ടിക്കുകയില്ല എന്ന് കരുതി രാജാക്കന്മാർ അവരുടെ സ്വർണം അമ്പലങ്ങളുടെ നിലവറകളിലാണ് സൂക്ഷിച്ചിരുന്നത്. ഇതും ശത്രു രാജാക്കന്മാർക്ക് അമ്പലങ്ങളെ കൊള്ളയടിക്കാൻ പ്രചോദനം നൽകി. മഹ്മൂദ് വിദ്യാസമ്പന്നനായിരുന്നു. അദ്ദേഹത്തിന്റെ പടയോട്ടങ്ങളിൽ പലവിധ പണ്ഡിതന്മാരെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു അൽ ബിറൂനി. മഹ്മൂദിന്റെ പ്രോത്സാഹനം കാരണം അൽ ബിറൂനി ഇന്ത്യയിൽ താമസിക്കുകയും സംസ്കൃതം പഠിക്കുകയും ഇന്ത്യയിലെ ജ്യോതിഷം, ഗണിതശാസ്ത്രം എന്നിവയിൽ അവഗാഹം നേടുകയും ചെയ്തു. ഇന്ത്യ എന്ന പേരിൽ ഒരു വലിയ ഗ്രന്ഥം അദ്ദേഹം രചിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹിക ഘടന എത്രമാത്രം ദുർബലമായിരുന്നു എന്നാണ് ഗസ്നിയുടെ പടയോട്ടങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. അദ്ദേഹത്തിന് തോന്നുമ്പോഴൊക്കെ അദ്ദേഹം ഇന്ത്യയിൽ വരുന്നു, സമ്പത്തുമായി തിരിച്ചു പോകുന്നു. അതിനെ തടയാനോ എതിർത്ത് തോൽപ്പിക്കാനോ ഇന്ത്യക്കാർക്കാകുന്നില്ല. ഇന്ത്യക്കാരുടെ ഒന്നാമത്തെ ദൗർബല്യം ജാതി വ്യവസ്ഥയായിരുന്നു. രാജാക്കന്മാർക്ക് ആവശ്യത്തിനനുസരിച്ച് സൈന്യത്തെ സംഘടിപ്പിക്കാനോ നിലനിർത്താനോ ജാതി വ്യവസ്ഥ കാരണം സാധ്യമായില്ല. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരുമായ വിവിധ ജനവിഭാഗങ്ങൾ എങ്ങനെ ഒന്നിച്ച് യുദ്ധം ചെയ്യും? രാജാക്കന്മാർ തമ്മിൽ ഒരൈക്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഗസ്നിയെ ഒന്നിച്ചു നേരിടാനായില്ല. സാധാരണ ജനങ്ങൾക്ക് രാജാക്കന്മാരോട് അടുപ്പമോ കൂറോ ഉണ്ടായിരുന്നില്ല. ഗസ്നി വന്ന് രാജാക്കന്മാരെ തോൽപ്പിക്കുമ്പോഴും കൊള്ളയടിക്കുമ്പോഴും നാട്ടുകാർ നിസ്സംഗരായി നോക്കി നിൽക്കും. രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ ജീർണതകളാണ് ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് വിനയായത്.